ശ്രീ ഫക്രുദ്ദീൻ, ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ പുതിയ ചുവടുവയ്പ്പിലേക്കാണ്. അതായത് മൂന്നാം തവണ മോദി അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ്. ജോർജ് കുര്യനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ഇതിലൂടെ ക്രൈസ്തവ സഭകളെ ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമമാണ്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം ബി ജെ പിയുടെ നേതൃനിരയിലേക്ക് ക്രൈസ്തവരെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും കൂടി നടക്കുന്നുണ്ട്. ഇവരുടെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് കേരളത്തിലെ 60 മണ്ഡലങ്ങളിലെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 26 അല്ലെങ്കിൽ അതിനടുത്ത തവണയിലേക്ക് ഒരു സാധ്യതയിലേക്ക് നീങ്ങുന്ന തരത്തിലാണ്. ഇപ്പോൾ ജോർജ് കുര്യൻ്റെ വസതിയിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നു. കേരളത്തിൽ നിന്നുള്ള ബിഷപ്പുമാരും അവിടെ സന്നിഹിതരായിരുന്നു. ഇതൊക്കെ ക്രൈസ്തവ സഭകളെ കൂടുതൽ അങ്ങോട്ടേക്ക് അടുപ്പിക്കുമെന്ന് വെച്ചാൽ ബി ജെ പിന്നോട് അവർക്ക് താല്പര്യമുണ്ട്. ഇത് പുതിയ കാര്യമൊന്നുമല്ലെന്ന്. ശ്രീലങ്കൻ ക്രിസ്ത്യൻസിന് ബി ജെ പിന്നോട് പണ്ടേ താല്പര്യമുണ്ട്. അവർക്ക് അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ കോൺഗ്രസ് ഉള്ളതുകൊണ്ട്, ദേശീയ തലത്തിലും സംസ്ഥാന കോൺഗ്രസ് ഉള്ളതുകൊണ്ട് അവരത് പ്രത്യേക ഒരു താല്പര്യം ബി ജെ പിന് അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം അതല്ല, കോൺഗ്രസ് ദേശീയ തലത്തിൽ നിന്നും മാറി. അവരുടെ താല്പര്യങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ പണ്ടത്തെ പോലെ സുഗമമല്ല. പിന്നെ മാത്രമല്ല, അവർക്ക് ഇടക്കാലത്ത് അവർ UDF സംവിധാനം വരാൻ തന്നെ കാരണം ഈ നിലയ്ക്കൽ സമരമാണ്. നിലയ്ക്കലില് ഈ പറയുന്ന കുരിശ് കണ്ടെത്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു സമരത്തിൽ അതിശക്തമായ ആന്റി ഹിന്ദു ധ്രുവീകരണം ഉണ്ടായിരുന്നു. ആ ആന്റി ഹിന്ദു ധ്രുവീകരണം അതിന്റെ ഭാഗമായിട്ടാണ് UDF ഉണ്ടായത്. അതായത് അതിൽ മുസ്ലിം ലീഗ് ഉണ്ട്, പിന്നെ ഇവരുണ്ട്, സഭയുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസും. അപ്പോൾ കോൺഗ്രസ്സിൽ ഹിന്ദുക്കളില്ലേ നമുക്ക് ചോദിക്കാം. ഹിന്ദുക്കൾ സെക്കുലറാണല്ലോ. അപ്പം മതമൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞാൽ BJP ആയി പോകുമല്ലോ, മോശം കാര്യമല്ല. മുസ്ലിം ക്രിസ്ത്യൻസും മതം ഓപ്പണായി പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഹിന്ദുക്കൾ പറഞ്ഞാൽ വർഗീയമാണ്. അങ്ങനെയൊക്കെ കുറേ വ്യത്യസ്തതകളുള്ള സ്ഥലമാണ് കേരളം. പിന്നെ മാത്രമല്ല, അപ്പോൾ അതൊരു ഹിന്ദു പാർട്ടി എന്ന രീതിയിൽ CPM നിൽക്കുന്നുമുണ്ട്. കൂടുതൽ ഹിന്ദുക്കളുടെ പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടി എന്ന രീതിയിൽ. അവർക്ക് ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് വെച്ചാൽ അന്ന് ആ കാലഘട്ടത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഒരു ആന്റി ഹിന്ദു വികാരമാണ് സത്യം UDF ഉണ്ടാക്കിയത്. ആന്റി ഹിന്ദു വികാരം ഏറ്റവും കൂടുതൽ ശ്രീലങ്കൻ ക്രിസ്ത്യൻ മേഖലയിലായിരുന്നു. അതുകൊണ്ടാണ് നിലയ്ക്കൽ സമരം ഉണ്ടായത്. നിലയ്ക്കൽ സമരം അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ക്രിസ്ത്യൻസിനും ശ്രീലങ്കൻ ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിൽ ചില പ്രശ്നങ്ങൾ പണ്ടേ ഉണ്ട്. പണ്ട് ശ്രീലങ്കൻ ക്രിസ്ത്യൻസ് റോമൻസിന് എഴുതിയ കത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. റോമൻസിനാണ് ഇവർക്ക് എൻ്റെ റെഫറൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. പോർച്ചുഗീസുകാർക്ക് ഞങ്ങളുടെ കച്ചവടത്തിന് അറബികൾ പ്രശ്നം ഉണ്ടാക്കുന്നു, അത് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവർ രണ്ട് ബിസിനസ് ക്ലാസ്സാണ് കേരളത്തിൽ വൈശ്യന്മാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഒരു ബിസിനസ് ക്ലാസ് എന്ന രീതിയിൽ കേരളത്തിൽ ഇന്റർനാഷണൽ ട്രേഡ് കൈകാര്യം ചെയ്തത് 3 വിഭാഗങ്ങളാണ്: ജൂതന്മാർ, മുസ്ലിങ്ങൾ, ശ്രീലങ്കൻ ക്രിസ്ത്യാനികൾ. അതിൽ മുസ്ലിങ്ങൾ അറബികൾ ബേസിക്കലി. അതിൽ ശ്രീലങ്കൻ ക്രിസ്ത്യാനികൾ അതിശക്തരായിരുന്നു. അങ്ങനെയാണ് അവർക്ക് നായേഴ്സിനുള്ള അധികാരങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള തരിശാപ്പള്ളി കോപ്പർ പ്ലേറ്റ്, പിന്നെ ജൂയിഷ് കോപ്പർ പ്ലേറ്റ്, അത് ജൂതന്മാർ കൊടുത്ത അവകാശം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ജൂതന്മാർ ഒരു 1940s 50s കൂടി കേരളം വിടുന്നു. അതുകൊണ്ട് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇവരും മുസ്ലിംസും ക്രിസ്ത്യൻസും എഴുതാൻ മത്സരം. പക്ഷെ മുസ്ലിംസ് സാമ്പത്തികമായി വിദ്യാഭ്യാസമായി പിന്നിലായതുകൊണ്ട് അത്ര ശക്തമായ മത്സരം ഉണ്ടായിരുന്നില്ല. പിന്നെ പലപ്പോഴും പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു ഹിന്ദു ഈ നിലയ്ക്കൽ സമരം നിലയ്ക്കൽ സമരം വലിയൊരു പ്രോബ്ലമായിരുന്നു. അങ്ങനെ അതിശക്തമായ ഹിന്ദു വിരുദ്ധ വികാരം ഉണ്ടാക്കി. അതിൻ്റെ ഒരു കൾമിനേഷൻ ആയിരുന്നു UDF. ഇപ്പം അത് പോയി. ഇപ്പം മുസ്ലിംസ് വളരെ ശക്തമായിട്ട് എമേർജ് ചെയ്തു വന്നു. ഗൾഫ് പണത്തിൻ്റെയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തന്നെയൊക്കെ തന്നെയാണ് സ്വാധീനത്തിൽ മുസ്ലിംസ് വളരെ പെട്ടെന്ന് എമേർജ് ചെയ്ത് വന്നു. ഇപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, നിങ്ങൾ പല സ്ഥലത്ത് MBBS ആണ്, എഞ്ചിനീയറിംഗ് ആണ്, ഭക്ഷണം കിട്ടുന്ന മുസ്ലിംസാണ്. സിവിൽ സർവീസ് ഇഷ്ടംപോലെ മുസ്ലിംസ് വരുന്നു. സിനിമ മൊത്തം ദുനിയയിൽ ഭയങ്കരമായിട്ട് വരുന്നു. പല മേഖലകളിലും മുസ്ലിംസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നു പുതിയ. അപ്പം എന്താ സംഭവിച്ചാൽ മുസ്ലിംസിൻ്റെ ഒരു വിസിബിലിറ്റി കൂടി. മുസ്ലിംസിൻ്റെ വിസിബിലിറ്റി കൂടിയപ്പം സ്വാഭാവികമായിട്ടും ആ വിസിബിലിറ്റിയിൽ മറയ്ക്കപ്പെടുക ക്രിസ്ത്യൻ ഡോമിനൻസ് ആണ്. ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി. അവർ നല്ല കുടുംബപ്പെട്ട ക്രിസ്ത്യാനികൾ അല്ലാത്തവരൊക്കെ തന്നെ അവർക്ക് അമേരിക്കയിലൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി, അവരവിടെ പോയി. അപ്പം അവരവിടെ അങ്ങ് സെറ്റിലായി. ഇവിടേക്കാൾ നല്ല സിസ്റ്റമാണ് അവിടെ. പിന്നെ ക്രിസ്ത്യൻ രാജ്യങ്ങളുമാണ്. അപ്പോൾ അവിടെ അങ്ങ് സെറ്റിൽഡായി. അവർക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണമെന്നില്ല. പിന്നെ ക്രിസ്ത്യൻസിന് ബോധവും വിവരവും കൂടുതലായതുകൊണ്ട് അവർ കുടുംബാസൂത്രണമൊക്കെ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ഇപ്പോൾ കുടുംബത്തിൽ
ജിമ്മി ജോർജിന്റെ കുടുംബത്തിൽ 2 വോളിബോൾ ടീമിന് ആളുണ്ടായിരുന്നെങ്കിൽ ജിമ്മി ജോർജിന്റെ മക്കളുടെ സഹോദരന്മാരുടെ മിക്കവാറും എനിക്ക് 1-2-3 പിള്ളേരെ ഉണ്ടാവുള്ളൂ പരമാവധി. കുടുംബാസൂത്രണമൊക്കെ നടപ്പിലാക്കി മൈഗ്രേഷൻ കൂടുകയും ചെയ്തതോട് കൂടിയിട്ട് അവരുടെ ഇടയിൽ എന്ത് സംഭവിച്ചത്? പോപ്പുലേഷൻ കുറവ്. മാത്രമല്ല അവരുടെ ബിസിനസ് കേരളത്തിന് പോകും. മുത്തൂറ്റൊക്കെ നിങ്ങൾ എവിടെ പോയി നോക്കിയാൽ ഇന്ത്യയിലും പുറത്തും മുത്തൂറ്റ് കാണാൻ പറ്റും. ഇന്ത്യക്ക് പുറത്ത്, കേരളത്തിന് പുറത്തേക്ക് ഉപയോഗിച്ചു. വലിയ വ്യവസായശാലകൾ അവർക്ക് തമിഴ്നാട്ടിലൊക്കെയാണ് ഉള്ളത്. കാരണം കേരളത്തിലെ ട്രേഡ് യൂണിയൻസ് ഇടയിലൊന്നും വ്യവസായം നടത്താൻ അച്ചായമാർക്ക് താല്പര്യമില്ല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ സ്ഥലത്തൊക്കെ എന്തെങ്കിലും മുസ്ലിംസ് കയറി. ഇപ്പോൾ ഹോട്ടൽ വ്യവസായമാണ്, തുണിക്കടയാണ്, സ്വർണ്ണക്കടയാണെങ്കിൽ യൂസഫ് അലി സാറിനെ പോലെയുള്ള ഒരു മുതലാളി ഉണ്ടായി വരുന്നത്. അങ്ങനെ പൊമ്പാണ് യൂസഫ് അലി സാറിനെ പോലെ മുതലാളി ഇല്ല. പിള്ളേർ നമ്മൾ മണക്കാട് പാപ്പച്ചൻ ഇങ്ങനെയുള്ള അപ്പുറത്തുള്ള മുതലാളിമാരും എല്ലാം അച്ചായമാരായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ക്രിസ്ത്യൻസിന് വിസിബിലിറ്റി കൊടുക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ പെട്ടെന്ന് വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ ലവ് ജിഹാദ് പോലെയുള്ള നാർക്കോട്ടിക് ജിഹാദ് പോലെയുള്ള സാധനങ്ങൾ വരുന്നു. അതായത് ക്രിസ്ത്യൻ പെൺപിള്ളേരെ കല്യാണം കഴിച്ച് മതം മാറ്റുന്നു. പിന്നെ ഈ യൂട്യൂബിലൊക്കെ ഓരോരുത്തന്മാർ വന്നിട്ട് ഈ ക്രിസ്ത്യാനികളെ ഭയങ്കരമായിട്ട് അപമാനിക്കുന്നു. അതിപ്പോൾ തിരിച്ചടി കൊടുത്തു തുടങ്ങിയതിനു ശേഷം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സെബാസ്റ്റ്യൻ പുന്നേക്കറ്റ് വന്ന് തിരിച്ച് പണി കൊടുത്തതിന് ശേഷം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആൻറ്റി മുസ്ലിം സാധനം ക്രിസ്ത്യാനികളുടെ ആൻറ്റി മുസ്ലിം എല്ലാവരോടും അല്ല. ഇത് ഈ പറയുന്നതിൻ്റെ മാതിരി ഡോഗ്മാറ്റിക് ആയിട്ട് ഖുർആനും മറ്റും വ്യാഖ്യാനിച്ച് മറ്റു മതങ്ങളോട് ദേഷ്യം കൊണ്ട് നടക്കുന്ന പറഞ്ഞിട്ടുണ്ടല്ലേ അവന്മാരോടുള്ള ഒരു വിരോധം. അപ്പോൾ സ്വാഭാവിക അവന്മാരുടെ ശത്രു ആരാണ്? BJP ആണ്. അപ്പം BJPയുടെ ആഭിമുഖ്യം കൂടി. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, കൾച്ചറലി ഇവർ ബ്രാഹ്മൺസ് എന്ന് നടക്കുന്ന ടീമാണ്. ബ്രാഹ്മൺസ് നല്ല ബേസിക്കലി അവരിവിടെ പണ്ടത്തെ ചെട്ടിമാരും പിന്നെ അവിടുന്ന് വന്നിട്ടുള്ള കുറേ ജൂതന്മാരും ഒക്കെ മതം മാറിയാണ് ഇവിടുത്തെ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടായത്. അപ്പം അല്ലാതെ ഈ പറയുന്ന സെന്റ് തോമസ് ലിഹയുടെ ആ ഒരു വരവ് എന്ന് പറയുന്നത് കഥ മാത്രമാണ്, ചരിത്രപരമായ തെളിവിലെ സാധ്യതയില്ല. അപ്പം അതൊരു കഥ മാത്രമാണ്. കാരണം അന്ന് ഇവിടെ ബ്രാഹ്മൺസ് ഇല്ല. തോമസ് ലിഹ വന്നു സമയത്ത് ഇവിടെ ബ്രാഹ്മൺസ് ഒന്നുമില്ല. പക്ഷെ അവർ ബ്രാഹ്മൺസ് സ്വയം വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവിക ബ്രാഹ്മൺസ് സ്വയം വിശ്വസിക്കുന്ന ആളുകൾക്ക് ഹിന്ദുത്വ ഐഡിയോളജി ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഹിന്ദുത്വ ഐഡിയോളജി ബേസിക്കലി അവർ പറയുന്ന ആൻറ്റി ക്രിസ്ത്യൻ സാധനങ്ങളൊന്നും ഇവരുമായിട്ട് ബന്ധപ്പെട്ടല്ല, സിറിയൻ ക്രിസ്ത്യൻസുമായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത്. അത് ഈ പറയുന്ന ഇവാഞ്ചലിസ്റ്റ് ക്രിസ്ത്യൻസ് ഉണ്ട്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലും ഒക്കെ ഉണ്ടായ അവർ ഹിന്ദു ദൈവങ്ങളെയൊക്കെ അപമാനിക്കുകയായിരുന്നു ഭയങ്കരമായിട്ട്. ഉദാഹരണം ഹനുമാനെ മങ്കീകോട്, ശിവനെ സ്നേക്ക് കോട് എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കെതിരെയാണ് ഗുരുജി പണ്ട് വന്ന് ഇവരെ വിവാദം ചെയ്യണം. അത് ഇവർക്ക് ബാധകമല്ല, അത് ഇവർക്കും അറിയാം. പിന്നെ ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സാഹചര്യം കോൺഗ്രസ് ദുർബലപ്പെട്ടോട് കൂടിയിട്ട് BJP ആണ്. അപ്പം പിന്നെ ഈ കോൺഗ്രസിന് സ്നേഹിച്ച് ചേർന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കോൺഗ്രസിലാണ് ഉമ്മൻചാണ്ടിനെയൊക്കെ പോലെയുള്ള മാണിസാറിനെയൊക്കെ പോലെയുള്ള തലയെടുപ്പുള്ള നേതാക്കന്മാർ കോൺഗ്രസിൽ UDF ഇപ്പം എല്ലാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അപ്പം ഇതെല്ലാം സ്വാഭാവികമായിട്ടും അവരെ എന്ത് ചെയ്യുന്നു? BJPയിലേക്ക് അടുപ്പിക്കുന്നു. അല്ലാതെ നിങ്ങൾ വിളിച്ച് 2 കേക്ക് മുറിക്കുകയും 2 വീഞ്ഞ് വെച്ച് കൊടുക്കുക. അച്ഛന്മാർ പള്ളിയിലച്ഛന്മാർ ബിഷപ്പുമാരൊക്കെ ഇതിൻ്റെ അപ്പുറത്ത് കഴിക്കുന്ന ആളുകളും അരമനയിലുള്ള ആളുകളും ഒന്ന് കണ്ണുകൊണ്ടൊരു വേണ്ടത് ആഗ്രഹിച്ചാൽ മതി, അതൊക്കെ അവരുടെ മുന്നിലെത്തും. അവർക്ക് അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ടൊന്നും അവർ വീഴാനും പോകുന്നില്ല. അങ്ങനെയുള്ള കാരണങ്ങളുണ്ട്. പക്ഷെ ഇതാണ് ഇതിൽ ഭൗതികമായ സാഹചര്യം. അത് BJP തിരിച്ചറിയുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഈ മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് BJPക്ക് അത് ശക്തമായിട്ട് ഇവിടെ ഉപയോഗിക്കപ്പെടുമ്പോൾ പലപ്പോഴും അച്ഛന്മാർക്കൊക്കെ ബിഷപ്പുമാർക്ക് ഓപ്പണായ ചില അഭിപ്രായങ്ങൾ പറയാൻ ബുദ്ധിമുട്ട്. സഭയിൽ അവർ ഒറ്റപ്പെട്ടു, അല്ലെങ്കിൽ കുഞ്ഞാടുകൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് അവർ മണിപ്പൂർ പോലുള്ള ചില വിഷയങ്ങൾ ഒരു പ്രോബ്ലമാണ്. അതർവൈസ് അധികം താമസിക്കാതെ എനിക്ക് തോന്നുന്നു, ഞാൻ കേരളത്തിലെ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തന്നെയാണ് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിന് സിനിമയിലേക്കൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പം ജോർജ് കുര്യനെ പോലെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിനെ BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനും മതി. കാരണം BJPക്ക് അതിനൊന്നും ഒരു മടിയില്ലാത്ത പാർട്ടിയാണ് BJP. കാരണം കാര്യം നടന്നാൽ മതി, പിന്നെന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം. അപ്പൊ ഈ ഒരു ക്രിസംഗി എന്നൊക്കെ ഉള്ളത് ചാർത്തി കൊടുക്കുന്നത് എന്തിനാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്? ഇഷ്ടമുള്ളവർ ചേരുന്നു. അതൊക്കെ ആളുകൾ അപമാനിക്കാൻ വേണ്ടി വിളിക്കുന്നത്. ഞാൻ പരമാവധി അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കാറില്ല. പിന്നെ എപ്പോഴെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ അത് ഇങ്ങനെ കോട്ടെ പറഞ്ഞിട്ട് ഇതാണെന്ന് പറയുള്ളൂ. എന്തിനാണ് അങ്ങനെ വിളിക്കുന്നത്? ക്രിസ്ത്യൻ സംഘി. അതൊക്കെ ഒരു തരം ലോ ലെവലിൽ ഒരാളെ പറഞ്ഞു ജയിക്കാനും ഏറ്റുമുട്ടി ജയിക്കാനും പറ്റാത്തതുകൊണ്ട് അപഹസിക്കാന്ന് പറയട്ടെ, അങ്ങനെയുള്ള സാധനമാണ്. അത് നമ്മളൊന്നും അതൊന്നും എടുക്കേണ്ട. ക്രിസ്ത്യൻകൊന്നുമല്ല, ക്രിസ്ത്യൻ ഹിന്ദുത്വവാദികളെന്ന് വേണം നിങ്ങൾ പറഞ്ഞു. അതിനൊരു അന്തസ്സുണ്ട്. അപ്പം ആ ഒരു ധ്രുവീകരണം ശക്തമായ സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.